ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും മിക്കുള്ളവരുടെ വീട്ടിലുള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല, ഒരുപാട് വിറ്റാമിൻസ് ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ്. പ്രതിരോധ ശക്തി കൂട്ടാനും വൈറ്റമിൻ സിയും ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വിളഞ്ഞ പാഷൻ ഫ്രൂട്ടാണ്. കൊണ്ടുവന്ന് ഇനി കഴുകി വെച്ചിരിക്കുകയാണ്. ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. കൊണ്ടുവന്ന പാഷൻ ഫ്രൂട്ട് കഴുകി എടുത്തതാണ്. ഇനി ഇത് മുറിച്ച് ഇതിനകത്തുള്ള പൾപ്പ് എടുക്കാം. നാലെണ്ണ ആകുമ്പോഴത്തേക്ക് 2 ഗ്ലാസ് നന്നായിട്ട് 2 ഗ്ലാസ്സിന് വരും. അപ്പോൾ ഇതിൽ പഞ്ചസാരയും ഇട്ട് നമുക്ക് ജ്യൂസാക്കി എടുക്കാം. 4 പാഷൻ ഫ്രൂട്ടാണ്, പൾപ്പാണ് ഇത്. ഇതിൽ ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർക്കാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് വേണമെന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം. നമുക്ക് മധുരം കുറച്ചേ വേണ്ടി 3 സ്പൂൺ ചേർക്കും. ഇനി നല്ല തണുത്ത വെള്ളം വേണം ഇതിനൊഴിക്കാൻ. 2 ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് അരയണ്ട എന്ന് വെച്ചാൽ അരിയൊന്നും അരയാതെ ചെറുതായിട്ടൊന്ന് വെക്കണം. ജ്യൂസിനെ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അതിൽ അരിയെല്ലാം മാറ്റണം. അരി മാത്രമാണ് ഇനി ഉള്ളത്. ഇനി ഇത് ആവശ്യമില്ല. യാതൊരുവിധ കൃത്രിമ വളങ്ങളോ ഒന്നും ചേർക്കാതെ നമുക്ക് കിട്ടുന്ന നല്ല ആഹാരമാണ് ഇത്. ജ്യൂസ് തയ്യാറായി ഒഴിക്കുകയാണ്. ഫ്രൂട്ട് കൊണ്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്, പോരാത്തിന് ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ പാഷൻ ഫ്രൂട്ട് കൊണ്ടൊരു സ്കോച്ചുമായിട്ട് വരുന്നതാണ്.